ചുരം കയറിയെത്തിയ ജനസഭയിൽ വയനാടിന്റെ വികസന മുരടിപ്പുകൾ ചർച്ചയായി. മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം തുടങ്ങിയ പ്രശ്നങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു. സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളികൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, CPIയുടെ ദേശീയ നേതാവ് ശ്രീമതി ആനി രാജ. കടുത്ത മത്സരത്തിന് വയനാട് ലോക്സഭാ മണ്ഡലം വേദിയാകുമോ എന്ന് നമുക്ക് നോക്കാം. ജനഹിതം അറിയാം. വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ ഓരോന്നും ജനസഭയിൽ ജനങ്ങൾ എടുത്തു ചോദിച്ചു. സ്ത്രീ എന്ന നിലയിൽ നമ്മളിപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, അടുക്കളയിലേക്ക് കയറില്ലല്ലോ. അപ്പോൾ ഈ ഗ്യാസ് നിങ്ങൾ വില കുറക്കുന്ന വഞ്ചി എത്ര രൂപയാണ് കുറച്ചത്? ഇപ്രാവശ്യം നിങ്ങൾ ഇലക്ഷൻ അടുപ്പിച്ച് കുറച്ചൊരു പൈസ കുറച്ചു. അതെന്താ നിങ്ങൾക്ക് നേരത്തെ കുറക്കാൻ പറ്റാത്തത്? ഏതാണ്ട് 1600 കണക്ഷൻസ്, ഉജ്ജ്വല യോജന കണക്ഷൻസ് ആദിവാസി വിഭാഗങ്ങളടക്കമുള്ള പാവപ്പെട്ട സഹോദരിമാർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉജ്ജ്വല കണക്ഷൻസ് കൊടുക്കുന്നത് യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ ഫ്രീ ആയി ഈ അമ്മമാർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ അല്പമെങ്കിലും ഇത്തരം പാചകവാത ഗ്യാസിൻ്റെയൊക്കെ ഉപയോഗത്തിന് അല്പം പണം കൂടുതൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ ഗ്യാസ് വാങ്ങിക്കാൻ സാധിക്കാത്ത താഴേക്കടയുള്ള ഒരുപാട് അമ്മമാർക്ക്, ഒരുപാട് സഹോദരിമാർക്ക് വീടുകളിൽ സൗജന്യമായി ഗ്യാസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് മാത്രമേ സ്വതന്ത്ര ഭാരതത്തിൽ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായില്ല. തുടർന്ന് ഇരുമുന്നണികളും പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ ഒച്ച വെക്കുന്നത്, നിങ്ങൾ ഒച്ച വെക്കുന്നത് നിങ്ങളുടെ പിന്തുണയുണ്ട് എന്നായിരിക്കും. ആ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആ UPA ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി ഉണ്ട്. കേന്ദ്ര നേതാക്കൾ വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്കായി പ്രചാരണത്തിന് വരാത്തതടക്കം വിഷയമായി. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തമ്മിലടിക്കുന്ന ആളുകളോട് എനിക്കൊരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സീതാറാം യെച്ചൂരിക്ക് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വന്ന് ശ്രീമതി ആനി രാജയ്ക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇവിടെ വരാൻ വേണ്ടിയുള്ള ധൈര്യമുണ്ടോ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എന്ത് മറുപടിയായിരിക്കും ശ്രീമാൻ ഹാരിസിന് പറയാൻ വേണ്ടി സാധിക്കുക? സീതാറാം യെച്ചൂരി എന്നല്ല, എല്ലാ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും കൈപ്പത്തിക്കും വോട്ട് ചോദിക്കും, മറ്റേതെങ്കിലും ചിഹ്നമുണ്ടെങ്കിൽ അതിനും വോട്ട് ചോദിക്കും. സീതാറാം യെച്ചൂരി വരുമോ വരില്ലേ എന്നുള്ള കാര്യം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. NDA പ്രതിനിധിയുടെ ഉത്തരങ്ങൾ പലതും തടസ്സപ്പെടുത്താൻ ജനസഭയിൽ ശ്രമം നടന്നു. ഇതൊന്നും കേൾക്കുന്നില്ല. എന്ത് ചോദ്യം? ഒരു മര്യാദയില്ലേ? ഇതിനൊക്കെ ഒരു മര്യാദയില്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ചുമ്മാ ബഹളം വെക്കുകയാണോ? മറുപടി പറ. മിണ്ടാതിരി. മറുപടി പറയട്ടെ. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്, അദ്ദേഹം മറുപടി പറയട്ടെ. ചുമ്മാ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അസ്വസ്ഥനൊന്നും അല്ല. ബഹളം വെച്ച് നിശബ്ദനാക്കാൻ ശ്രമിക്കരുത്. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണമടക്കം ചർച്ചയായ ജനസഭ വയനാടിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞാണ് വിടവാങ്ങിയത്. ജനം, വയനാട്.